അതെ ഗൈസ്, അവൻ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. പ്രണയത്തിലകപ്പെടുക എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. വിശ്വാസത്തോടെ കയ്യിലേൽപ്പിച്ച് തരുന്നതൊരു ഹൃദയമാണ്, ഒരു ജീവനാണ്, ജീവിതമാണ്. അത്രത്തോളം സൂക്ഷ്മതയോടെ മാത്രം പരിചരിക്കേണ്ടുന്നവ. ആരില്ലെങ്കിലും ഞാനുണ്ടാകുമെന്നല്ല, ഞാനുള്ളിടത്തോളം കാലം എന്നിൽ നീയുണ്ടാവുമെന്നാണ് തെളിയിച്ചു കൊടുക്കേണ്ടത്. ആർക്ക് നിന്നെ വേണ്ടാതായാലും എനിക്ക് വേണമെന്നല്ല, ആർക്ക് വേണ്ടിയും നിന്നെ എനിക്ക് വേണ്ടാതാവില്ല എന്നതാണ് പകർന്നു കൊടുക്കേണ്ട വാഗ്ദാനം. നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എങ്ങി പോയി ഫ്രഷ് ആയിട്ട് വാ, അവൻ വീണ്ടും ആവശ്യപ്പെട്ടു. അവൾ ഒന്നുകൂടി തലയാടി കാണിച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി. ഷെൽഫിൽ നിന്ന് ഹെഡ് ടോർച്ചും മൊബൈൽ ഫോണുമെല്ലാം റെഡിയാക്കി ക്രിസ്റ്റി അവളെ കാത്തിരുന്നു. പോയാലോ? അവൾ ഇറങ്ങി വന്ന് ക്രിസ്റ്റി ചോദിച്ചു. ഷാൾ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൾ മൂളി. തലേന്ന് രാത്രിയിട്ട ഡ്രസ്സ് തന്നെയാണോ? കട്ടനിട്ട് തരണോ? ക്രിസ്റ്റി അവളെ നോക്കി. വേണ്ട. എങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുത്തോ. വാതിലിന് നേരെ നടന്നുകൊണ്ടവൻ പറഞ്ഞു. ആ കവറും കയ്യിലെടുത്തുകൊണ്ട് അവന് പുറകെ നടന്നു. അടുക്കള വാതിൽ തുറന്നും അവളൊന്ന് ഞെട്ടി. ടോമിയായിരുന്നു അവരെ കാത്തിട്ടെന്ന പോലെ. അവനെ കണ്ടതും ഫാത്തിമയുടെ മുഖം മാറി. അവൾ ക്രിസ്റ്റിയുടെ പിന്നിലേക്ക് പതുങ്ങി. വാ. വാതിൽ ചേർത്തടച്ചുകൊണ്ട് ക്രിസ്റ്റി അവളെയും വിളിച്ച് മുന്നോട്ട് നടന്നു. അവർക്ക് മുന്നിൽ വഴികാട്ടിയുടെ ഗമയോടെ ടോമിയും. മഴ പെയ്തിറങ്ങിയ വഴിയിൽ റബ്ബറിലകളെല്ലാം നനഞ്ഞ് ചീഞ്ഞ് കിടന്നിരുന്നു. തെന്നി വീഴല്ലേ, നോക്കി നടക്ക്, പിന്നിൽ നടക്കുന്നവളോട് ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു. അവളൊന്നും മൂളിക്കൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നടന്നു. അറക്കൽ തറവാടിന്റെ നേരെയുള്ള നടപ്പുഴയിലൂടെ മുന്നിലെത്തിയതും ക്രിസ്റ്റി സൈഡിലേക്ക് മാറിക്കൊണ്ട് പാത്തുവിനെ നോക്കി. പോയിക്കോ. കണ്ണടച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ടോമി അവന്റെ പിന്നിലേക്ക് മാറി. അവൾക്ക് അവനെ ഭയമാണെന്ന് തിരിച്ചറിഞ്ഞ പോലെ തലകുലുക്കിക്കൊണ്ട് കൈയുള്ള കവറ് നെഞ്ചിലൊതുക്കി പിടിച്ചുകൊണ്ട് ഫാത്തിമ പതിയെ മുന്നോട്ട് നടന്നു. 1-2 അടി വെച്ചിട്ട് വീണ്ടും അവൾ തിരിഞ്ഞു നിന്നു. എന്തേ? അവളെ തന്നെ നോക്കിയേക്കാന് ക്രിസ്റ്റി ചോദിച്ചു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇന്നും നന്ദി പറയാനാണോ ഫാത്തിമ? അവളുടെ നോട്ടം കണ്ടതും ക്രിസ്റ്റി കുസൃതിയോടെ ചോദിച്ചു. അല്ലെന്ന് അവൾ തലയാട്ടി. പിന്നെന്താ, ധൈര്യമായിട്ട് പറഞ്ഞു. അവൻ കുറച്ചുകൂടി അവളുടെ അരിയിലേക്ക് കൊണ്ട് പറഞ്ഞു. എനിക്കൊരു കാര്യം അറിയാൻ. ചോദിക്കുക, എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറേ കാലം മുന്നേ ഉള്ളതാ. പാത്തു നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞതും ക്രിസ്റ്റിയുടെ നെഞ്ചൊന്ന് പിടച്ചു. ഞാനിവിടുന്ന് ഉമ്മാൻ്റെ കൂടെ പോകുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്, ഫാത്തിമ വീണ്ടും പറഞ്ഞു. ക്രിസ്റ്റി അവളെ തന്നെ നോക്കി നിന്നു. എൻ്റെ ഉപ്പാൻ്റെ ചെങ്ങായിരുന്നു ഒരു അങ്കിള്. ആ പേര് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, പക്ഷേ എന്തൊക്കെയാ എൻ്റെ ഓർമ്മയിൽ തെന്നി കളിക്കുന്ന പോലെ. നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ അവിടെ എനിക്ക് നേരത്തെ അറിയാമെന്ന പോലെ. പാത്തു നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു. ക്രിസ്റ്റിയുടെ നെഞ്ച് ശക്തമായി മിടിച്ചു. മുന്നേ ഒരിക്കലും ഞാൻ ചോദിച്ചിരുന്നില്ലേ നിങ്ങൾ ഞാൻ അറിയുമെന്ന്? എനിക്കിപ്പോഴും അങ്ങനെ തോന്നുക, എവിടെയോ കണ്ടതുപോലെ നിങ്ങളുടെ ഈ ചിരി. പാത്തു വീണ്ടും അവനെ നോക്കി പറഞ്ഞു. ഇപ്പോഴും നിന്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഫാത്തിമ. അവനുള്ളിലെ പിടച്ചിൽ മറച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി. അവിടെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, കുഞ്ഞിപ്പാത്തുവിൻ്റെ പ്രിയപ്പെട്ട ഇച്ച. ഓർമ്മകളെല്ലാം മറവി കട്ടെടുത്തിട്ടും ഞാൻ അങ്ങേയറ്റം സൂക്ഷിച്ചു കൊണ്ടിടന്ന എൻ്റെ ബാല്യത്തിലെ പ്രിയപ്പെട്ട കുറച്ച് ദിവസങ്ങളാ. ഇവിടെ എത്തിയത് മുതൽ ഓരോ നിമിഷവും ഞാൻ തേടുന്നു അവനെയാ. അതുകൂടി കേട്ടതോടെ ക്രിസ്റ്റി അടുത്തുള്ള റബ്ബർ മരത്തിലേക്ക് ചാരി. സന്തോഷം കൊണ്ട് അവൻ്റെ ഹൃദയം തുള്ളി വിറച്ചു. ഇത്രയും കാലമായിട്ടും ഇന്നും അവളുടെ ഓർമ്മകളിൽ ഇച്ഛ എന്ന താൻ ഭദ്രമാണെന്ന ഓർമ്മ കുറച്ചൊന്നുമല്ല അവൻ ആഹ്ലാദത്തിലാക്കിയത്. ഉമ്മാൻ്റെ കൂടെ പോകുമ്പോൾ അവസാനമായിട്ടൊന്ന് കണ്ട് യാത്ര പറയാൻ കൂടി എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നി, ഞാൻ മറക്കാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഇച്ഛ എന്നെ ഓർക്കുന്നുണ്ടാവുമെന്ന്. അത്രയും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നോട്. അത് പറയുമ്പോൾ ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞത് ആരൻ്റെ വെളിച്ചത്തിൽ ക്രിസ്റ്റി കണ്ടിരുന്നു. അവൻ്റെ ചങ്ക് പിടഞ്ഞു. അവളെ ഒന്നാകെ പുണർന്നുകൊണ്ട് ആ കണ്ണീർ തുടക്കാനാണ് തോന്നിയത് അവൻ ആ നിമിഷം. ഇപ്പോഴും ചോദ്യം എന്താണെന്ന് എനിക്ക് ക്ലിയറായില്ല. അത് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ സ്വരം വിറക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കൊരു സംശയം. പാത്തു വിക്കിക്കൊണ്ട് അവനെ നോക്കി. പറഞ്ഞോ ഫാത്തിമ? ആർദ്രമായി ക്രിസ്റ്റി അവളെ നോക്കി. നിങ്ങളുടെ പേരെന്താ? ഒരു നിമിഷം അവളെ നോക്കി നിന്നിട്ട് ക്രിസ്റ്റി ഉറക്കെ പൊട്ടിച്ചിരിച്ചു.
പാത്തുവിന്റെ കണ്ണുകൾ ഭയത്തോടെ നാലുപാടും ചിതറിത്തെറിക്കുന്ന കണ്ടിട്ടാണ് പരിസരബോധം വന്ന പോലെ ക്രിസ്റ്റി പെട്ടെന്ന് ചിരിയൊതുക്കിയത്. ഏതായിരുന്നോ നിന്റെ ഇത്രയും വലിയ സംശയം? അവൻ ചിരിയോടെ തന്നെ അവളെ നോക്കി. നീയല്ലേ പറഞ്ഞു ഫാത്തിമ, ഞാൻ നിനക്ക് മുമ്പിലെ ദൈവമാണെന്ന്. ക്രിസ്റ്റി വീണ്ടും ചോദിച്ചും പാത്തുവിന്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു. തൽക്കാലം ഞാൻ ആ പേരിൽ തന്നെ അറിയപ്പെട്ടാൽ മതി, ക്രിസ്റ്റി കുസൃതിയോടെ പറഞ്ഞു. നീ അറിയേണ്ടതെല്ലാം അറിയും ഫാത്തിമ, പക്ഷേ അതിപ്പോഴല്ല. തെളിയാത്തവളുടെ മുഖത്തേക്ക് നോക്കി ക്രിസ്റ്റി പറഞ്ഞു. ഇപ്പൊ നീ ചെല്ല്, വെളിച്ചം പടരാൻ ഇനി അധികം നേരമില്ല, പിന്നെ നിനക്ക് അകത്തേക്ക് പോകുന്ന ബുദ്ധിമുട്ടാവും. സംശയങ്ങൾ നിറഞ്ഞ അവളുടെ കണ്ണിലേക്ക് നോക്കി ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു. ഒന്നുകൂടെ അവനെ നോക്കി ഫാത്തിമ തിരിഞ്ഞടന്നു. അകത്തവളെ കാത്തിരിക്കുന്ന കിണികളൊന്നും തന്നെ അറിയാതെ തിരികെ മുറിയിലെത്തിയിട്ടും ക്രിസ്റ്റിയുടെ കാതിൽ ആ ചോദ്യങ്ങളുടെ പ്രകമ്പനമുണ്ടായിരുന്നു. നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി അവന് പറയണമെന്നുണ്ടായിരുന്നു. നീ മറവിക്ക് വിട്ടുകൊടുക്കാതെ വാശി പോലെ ഓർത്തു സൂക്ഷിച്ചു വെച്ച നിന്റെ ആയിച്ച നിന്നെയും മറന്നിട്ടില്ല പെണ്ണേയെന്ന്. മറവി എത്ര കട്ടെടുക്കാൻ ശ്രമിച്ചിട്ടും സാഹചര്യങ്ങൾ എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും നിന്നെ മറക്കാൻ മാത്രം പറ്റിയിട്ടില്ലെന്ന്. കാണുന്ന ഓരോ മുഖങ്ങളിലും നിന്നെ തിരയാറുണ്ടായിരുന്നുവെന്ന്. കിടക്കയിൽ അവൻ എഴുന്നേറ്റിരുന്നു. സാധാരണ വീട്ടില്ലാത്ത ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടി എഴുന്നേൽക്കാറുണ്ട്. ഇന്ന് അതിനും തോന്നാതെ ഇച്ചിരി നേരം കൂടി ഉറങ്ങിയേക്കാമെന്ന് കരുതി പാത്തുവിനെ കൊണ്ടുവിട്ടതിന് ശേഷം വന്ന് കിടന്നതാണ്. ഉറക്കം പരിസരത്ത് പോലും വന്നില്ലെന്ന് പോട്ടെ, അത്രമേൽ ഹൃദയം തുളക്കുന്ന ഒരു ചോദ്യവുമായി പൂവരച്ചു പൊലച്ചു എന്ന് തുടുത്തുകൊണ്ട് പാത്തു കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. ചിന്തകൾ പോലും അവൾ കട്ടെടുത്തു. അവൻ അത്ഭുതം തോന്നി. ഇച്ച എന്ന് വിളിച്ച് സ്നേഹത്തോടെ പുറകെ നടന്നിരുന്ന ആ കുറുമ്പി കുഞ്ഞി പാത്തുവിനോട് ക്രിസ്റ്റി ഫിലിപ്പിനുണ്ടായിരുന്നത് അന്നും സ്നേഹമായിരുന്നു. കറകളഞ്ഞ സ്നേഹം. ഇന്നുമുള്ളതും സ്നേഹം തന്നെയാണ്. ഇനിയും ഒരു സാഹചര്യത്തിലും വേർപ്പെടാതെ ജീവന്റെയും ജീവിതത്തിൻ്റെയും പാതിയാക്കാനുള്ള അത്രയും വളർന്നു വലുതായി പോയ അതേ സ്നേഹം. അവളുടെ ഓർമ്മകൾ കൊണ്ടുപോലും തരളിതയാവുന്ന അത്രയും സ്നേഹം. കിടക്കൽ കിടന്ന തലയുടെ അടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ക്രിസ്റ്റി ഓർക്കുമ്പോൾ അവന് ശ്വാസം മുട്ടുന്ന പോലെ. സ്നേഹത്തിന് ഇത്രയും കനമുണ്ടോ കർത്താവേ? പരിഭവത്തോടെ അവൻ ചോദിച്ചു പോയി. നിങ്ങളുടെ പേരെന്താ? വീണ്ടും വീണ്ടും അവിടെ ആ ചോദ്യം. അവനിലൊരു മനോഹരമായ ചിരി വിരിക്കാൻ മാത്രം പ്രാപ്തി ഉണ്ടായിരുന്നു. പറയണം, അവളോടെല്ലാം പറയണം. ഇനിയും കാത്തിരിക്കാൻ വയ്യ. സ്വയം എരിഞ്ഞ് ജീവിക്കുന്നവൾക്ക് ജീവശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ തന്നെ ആയിരിക്കാം തൻ്റെ ആ വെളിപ്പെടുത്തലുകൾ. വിശ്വാസത്തോടെ അവൾ കടന്നു വന്നത് അവളേറെ, ഒരുപക്ഷെ അവളേക്കാളേറെ അവൾ വിശ്വസിച്ചിരുന്ന അവളുടെ ഇച്ഛയുടെ അരികിലേക്ക് തന്നെയാണെന്നറിയുമ്പോൾ ആ കണ്ണിൽ വിരിയുന്ന ഭാവം അറിയാൻ അവൻ അതിയായ മോഹം തോന്നിയ ആ നിമിഷം. കൈകൾ കൂടുതൽ കൂടുതൽ തലയിണയിൽ മുറുകുന്നുണ്ട്. മോഹത്തിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച്. പ്രണയത്തിന് ഇത്രയും മധുരമുണ്ടോ? ഉരുണ്ടുകൂടി കാർമേഘങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ പെട്ടെന്നൊരു സൂര്യൻ ഉദിച്ച പോലെ. അതെ ഗൈസ്, അവൻ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. പ്രണയത്തിലകപ്പെടുക എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. വിശ്വാസത്തോടെ കയ്യിലേൽപ്പിച്ച് തരുന്നതൊരു ഹൃദയമാണ്, ഒരു ജീവനാണ്, ജീവിതമാണ്. അത്രത്തോളം സൂക്ഷ്മതയോടെ മാത്രം പരിചരിക്കേണ്ടുന്നവ. ആരില്ലെങ്കിലും ഞാനുണ്ടാകുമെന്നല്ല, ഞാനുള്ളിടത്തോളം കാലം എന്നിൽ നീയുണ്ടാവുമെന്നാണ് തെളിയിച്ചു കൊടുക്കേണ്ടത്. ആർക്ക് നിന്നെ വേണ്ടാതായാലും എനിക്ക് വേണമെന്നല്ല, ആർക്ക് വേണ്ടിയും നിന്നെ എനിക്ക് വേണ്ടാതാവില്ല എന്നതാണ് പകർന്നു കൊടുക്കേണ്ട വാഗ്ദാനം. അവനവളെ കാണണമെന്ന് തോന്നി. ഭയന്നും വിറച്ചു അവൾ പറയുന്നതെല്ലാം കേൾക്കണമെന്ന് തോന്നി. പ്രണയത്തിൻ്റെ ഏറ്റവും തീവ്രമായ വശം കാണണമെന്നും മിണ്ടണമെന്നും തോന്നുന്നത് തന്നെയാണ് ആ ആളോടുള്ള ഇഷ്ടത്തിൻ്റെ അളവുകോലും. തലയിണയെ പിടിച്ച് ഞെരിച്ചുകൊണ്ടവൻ കിടക്കയിലേക്ക് വീണ് കണ്ണടച്ച് കിടന്നു. വാതിൽ തുറന്ന് കയറി ചെല്ലുമ്പോൾ അസാധാരണമായതൊന്നും തന്നെ പാത്തുവിന് തോന്നിയില്ല. വിളറി വെളുത്ത ആ മുഖങ്ങൾ തന്നെ കണ്ടപ്പോൾ നേർത്തൊരു ചിരി പോലുമില്ലെന്നത് അവളെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. എപ്പോഴും വെച്ച് കണ്ടാലും ഏത് ജോലി തിരക്കിനിടയിലും തനിക്കായി ഒരു പുഞ്ചിരിയെങ്കിലും മാറ്റിവെക്കുന്നവരാണ്. ഇവർക്കും ഇനി മാറ്റം വന്നുപോയെന്നൊരു വലിയ നോവോടെ തന്നെയാണ് ഫാത്തിമ അവരെ നോക്കിയൊന്ന് ചിരിച്ചത്. എന്നാൽ അവളേറെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആദ്യം അവളിൽ നിന്നും തിരിഞ്ഞടന്ന് സഫിയാത്ത തന്നെയാണ്. പാത്തുവിന്റെ കൈകൾ നെഞ്ചിലൊതുക്കി പിടിച്ച കവറിൽ കൂടുതൽ മുറുകി. സഫിയാത്ത ചെയ്ത പോലെ തന്നെ മഞ്ജുവും തിരിഞ്ഞിന്നിട്ട് അവരുടെ ജോലികളിൽ മുഴുകിയപ്പോൾ പാത്തു വിളറിയൊരു ചിരിയോടെ തിരിഞ്ഞടന്നു. അവഗണനയും പരിഹാസങ്ങളും പുത്തിരി അല്ലെങ്കിൽ കൂടിയും ആ നിമിഷം അത് അവളെ വല്ലാതെ നോവിച്ചു. കാരണം എന്തെന്നറിഞ്ഞിരുന്നുവെങ്കിൽ അല്പം ആശ്വാസമായനെ എന്നോർത്തുകൊണ്ട് ഹാളിലേക്ക് കടന്നവൾ
അവളെ കാത്തിട്ടെന്ന പോലെ അവിടെ ഇരിക്കുന്നവരെ കണ്ടതും മരവിച്ചതുപോലെ നിന്നുപോയവൾ. എല്ലാവർക്കും ഏറ്റവും പിന്നിലായി കഴുകൻ കണ്ണോടെ തന്നെ തുറിച്ച് നോക്കി നിൽക്കുന്ന അമീനെ ആദ്യ നോട്ടത്തിൽ തന്നെ കണ്ടതുകൊണ്ട് പാത്തുവിന് ഏറെക്കുറെ ഉറപ്പായി അവിടെ ഇനി നടക്കുന്നത് എന്താണെന്നും താൻ ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ നിരവധിയാണെന്നും. തളർച്ചയോടെ അവൾ ആ ചുമരിൽ ചാരി കുഴഞ്ഞു നിന്നു. ഇതെന്നതാ ഇങ്ങനെ നീ? ഉള്ളിലെ ദേഷ്യവും നിരാശയും സ്വരത്തിൽ കലർത്താതെ ദിൽനയോട് അത്രയും പറയാൻ റോയ്സ് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. അത്രത്തോളം അവൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. തലേന്ന് അർദ്ധരാത്രി വരെയും അവൻ വായിട്ട് അലച്ചിട്ടാണ് ദിലു അവൻ പറഞ്ഞ പോലെ ആ യാത്രയ്ക്ക് റെഡിയായത്. അവനെത്ര ധൈര്യം കൊടുത്തിട്ടും പേടിച്ചു വരച്ച് നിന്നവളുടെ കരണക്കുറ്റി നോക്കി റോയ്സ് അനേകായിരം തവണ മനസ്സിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അവൻ്റെ ആവശ്യമായിരുന്നു അവൾക്കൊപ്പം ഒരു യാത്ര എന്നത്. അത് വെറുമൊരു യാത്ര മാത്രം ആയിരുന്നില്ലല്ലോ. വിചാരിച്ച പോലെ തന്നെ അത് പ്ലാൻ ചെയ്യുക എന്നതും അപ്പോൾ അവൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. തീവ്രമായ പരിശ്രമത്തിലൂടെ പാതി മനസ്സോടെയെങ്കിലും അവനൊപ്പം ഒരു യാത്രയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞവളാണ്. നേരം വിളിക്കുന്നതിന് മുമ്പേ വിളിച്ചിട്ട് ഞാനില്ല, എനിക്ക് പേടിയാണെന്ന പതിവ് പല്ലവി തന്നെ പാടുന്നു. അവന് ദേഷ്യം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ്. അവളുടെ ഒടുക്കത്തെ പേടിയൊന്ന് മാറ്റിയെടുക്കാൻ പുലർച്ചെ വരെയും പുന്നരിച്ചുകൊണ്ട് നിന്നിട്ട് ഒടുവിൽ ഒന്ന് ഉറങ്ങി തെളിയുന്നതിന് മുമ്പേ വിളിച്ചു പറയുന്നത് കേട്ടോ. അരിശം തീരാതെ ഫോൺ മാറ്റി പിടിച്ചുകൊണ്ട് അവൻ പിറുപിറുത്ത് സ്വന്തം നെറ്റിയിലിടിച്ചു. ഈ നിമിഷം കലിപ്പിട്ടാൽ തീർച്ചയായും പിന്നെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. തന്നേക്കാൾ യോഗ്യന്മാർ അവൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വീണ്ടും മുറുക്കി ഇറങ്ങിയത്. പേരിനൊരു ഓഫീസിൽ ജോലി സമ്പാദിച്ച പോലും അവൾക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ജോലിയില്ല എന്നതൊരു കാരണമാക്കി പിന്തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കുടുംബത്തിൽ തന്നെ വർക്കിയെങ്കിലിന്റെ സ്വത്തിലും ദിൽനയുടെ സൗന്ദര്യത്തിലും നോട്ടമിട്ട് അനേക യോഗ്യന്മാരുണ്ടെന്നിരിക്കെ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ഇത്തിരി നല്ല ഒലിപ്പിച്ച് നടന്നിട്ടുള്ളൂ. എല്ലാത്തിനും പൂർണ്ണ പിന്തുണയായിട്ട് അമ്മയുണ്ട് എന്നതായിരുന്നു ഏറ്റവും വലിയ ധൈര്യവും. റോയ്സ തൻ്റെ ശബ്ദമൊന്ന് കേൾക്കാഞ്ഞിട്ടാവും അങ്ങേയറ്റം ദയനീയമായി ദിലിനെ വിളിക്കുന്നു. ആ പറവളിലും ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഷോക്കായി പോയി. ഇന്നേരം വരെ ഒരു പോള കണ്ണെടുക്കാൻ കൂടി കഴിയാതെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങളെ താറുരിച്ച് കിടന്നല്ലേ ഞാൻ. പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അതാ ഞാൻ. ഉറക്കമുറിഞ്ഞതിൻ്റെ അലോസരം അടക്കി കണ്ണുകളും തിരുമ്മി ഇല്ലാത്ത കരച്ചിലിൻ്റെ ബാക്കിയെന്നോണം ഒന്നിടറിക്കൊണ്ട് റോയ്സ് പറയുമ്പോൾ ദിൽനയുടെ ചങ്ക് പിടയുമെന്ന് അവൻ അറിയാം. റോയ്സ് എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടാ. അവൻ കരുതിയ പോലെ തന്നെ പാതി കരച്ചിൽ പുരണ്ട ദിൽനയുടെ വാക്ക് റോയ്സ് ഒന്ന് ഊറി ചിരിച്ചു. സാരല്ലടാ, റോയ്സിന് മനസ്സിലാവും എൻ്റെ പെണ്ണിനെ. ഞാനല്ലേ ഈ പിന്നാലെ എൻ്റെ മോൾ അറിയുന്നത്. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. നീ സന്തോഷമായിട്ടിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നും എപ്പോഴും എൻ്റെ മോളെ വിട്ടേക്ക്. റോയ്സിന് മാത്രം ആഗ്രഹമായിരുന്നു അത്. അതിനിടയിൽ എൻ്റെ സങ്കടം പോട്ടെ, സാരല്ല മോളെ. വീണ്ടും ഗദ്ഗത നിറച്ചു വെച്ചിട്ട് ആ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവന് ഉറപ്പുണ്ടായിരുന്നു അവൾ തിരികെ വിളിക്കുമെന്ന്. കുടില നിറഞ്ഞ മനസ്സോടെ ഫോണിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ എണ്ണി തുടങ്ങി. 1, 2, 3. ഈ നേരത്തെ എവിടെ പോയതാ? അമീനിന്റെ ചോദ്യമാണ് ആദ്യം ഉയർന്നു കേട്ടത്. ആ ചോദ്യം തന്നെ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെ കണ്ണിലും പാത്തു കണ്ടിരുന്നു. ഗൂഢമായ ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന അമീനെ കാണി അവൾക്ക് ഉറപ്പായി താൻ പറയുന്ന ഉത്തരത്തിനെ തടയിടാൻ വേണ്ടതെന്തോ അവനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ ഇവർക്ക് പിന്നിലാണെങ്കിൽ പോലും നിൽക്കാനുള്ള ശക്തി ഇവനില്ലായിരുന്നു എന്നത്. ചോദിച്ച കേട്ടില്ല ഈ ബാ തുറന്നങ്ങോട്ട് പറയൂ പെണ്ണെ, ഈ ഏടെ പോയത് ഈ നേരത്ത്? റംലമ്മയൊക്കെ എപ്പോ വന്നാവും? റംലയുടെ ആ വെറുപ്പോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ പാത്തു അതാണ് ആദ്യം ഓർത്ത്. എന്തു പറയുമെന്നറിയാതെ എന്തു പറയണമെന്നറിയാതെ അവളൊരു നിമിഷം കുഴങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.